ഹലോ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കല്യാൺ സിൽക്സിൻ്റെ മുമ്പിലാട്ടോ. അപ്പോൾ ഞാനും കാശിയും രാധികേച്ചി അജ്ജു നമ്മൾ നാലാളായിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഉള്ളത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. കാണുമ്പോൾ തന്നെ ഏകദേശം ആൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റൊക്കെ അടുക്കാറായി ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസ് തുടങ്ങി. പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തുടങ്ങിയിട്ടാ. പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പോകുന്നതും അതേപോലെ എനിക്ക് പറ്റുന്നതുമായിട്ടുള്ള വീഡിയോ ഞാൻ കുറച്ച് എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നുമില്ല, കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ടുള്ളത് ഏകദേശം ഒരു 3 മണി ആയെന്ന് തോന്നുന്നു. 3 മണി ആ ടൈമിലാണ് പോയത്. അപ്പോൾ കാശ് ഉറങ്ങി കഴിഞ്ഞിട്ട് ശേഷം അവനെ കൊണ്ട് വന്ന കേട്ടോ. ഇല്ലെങ്കിൽ അവൻ ഭയങ്കര അലമ്പാക്കും. വീട്ടിൽ അമ്മക്ക് വേറെ എന്തൊക്കെയോ അമ്മേൻ്റെ പണിയുള്ളത് കാരണം കാശിനെ കൂട്ടിയിട്ട് തന്നെ വരേണ്ടി വന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. കാശ് ഫുള്ള് ഓട്ടമായിരുന്നു കേസ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടുണ്ട് ഡ്രസ്സ്. അജ്ജുവിന് എടുക്കണം, അതേപോലെ കാശിക്ക് ഞാൻ മുമ്പ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാശിക്ക് എടുക്കേണ്ടി വന്നിട്ടാ. അപ്പോൾ അജ്ജുവിന് രണ്ട് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അതുപോലെ രാധികേച്ചിക്ക് പിന്നെ ഏട്ടനെയും അങ്ങനെ എടുത്തോണ്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഈ ഡെമ്മി ഉണ്ടല്ലോ. അപ്പോൾ കാശിക്ക് ഭയങ്കര പേടിയാട്ടോ ഈ ഡെമ്മീനെ. അവനിങ്ങനെ ഞാനിങ്ങനെ അടുത്തുകൊണ്ട് കാണിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പേടിയുള്ള സംഭവം എനിക്ക് തോന്നിപ്പോൾ ഇത് തന്നെ ആയിരിക്കും. വേറെ ഒരു വസ്തുവിനൊരു പേടിയില്ല. അപ്പോൾ നമ്മൾ പോകുന്നിടത്തല്ലേ ഈ ഡെമ്മി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയത്തേക്ക് കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് കിഡ്സ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ അജ്ജുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിന്. അപ്പോൾ അജ്ജുവിന് കാശിക്കും എല്ലാം നോക്കി. പിന്നെ അജ്ജുവിന് പിന്നെ ഇങ്ങനെ വിട്ടുകൊടുത്തു. ഓന് വേണ്ടത് എടുത്തോന്ന് വെച്ചിട്ട് എല്ലാം ഓനെന്നെ സെലക്ട് ചെയ്ത് എടുത്താൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അജ്ജു ഓന് ഇഷ്ടമായിട്ടുള്ള 2-3 ഡ്രസ്സ് എടുത്തു കേട്ടോ. ഒന്ന് പിന്നെ എന്താ വെച്ചാൽ ഒരു കൊറിയൻ ബാൻഡ് 2 എടുത്തു. പിന്നെ അതേപോലെ 2 ടീഷർട്ട് എടുത്തു. പിന്നെ ഒരു ഷർട്ട് എടുത്തു. പിന്നെ ഒരു മുണ്ട് എടുത്തു. ഓന് അജ്ജു നല്ല മുതലാക്കിയിട്ടുണ്ട് രാധികേച്ചിനെ. അങ്ങനെ കാശി അടുത്ത സ്റ്റാഫുമായിട്ട് നല്ല കളിയായിരുന്നു. ഒളിച്ചുകൊണ്ടെല്ലാം അതിൻ്റെ ഇടയിൽ കൂടി പാഞ്ഞിട്ട് ഇതാ നിലത്ത് കിടന്നിട്ട് ഉരുളുന്നുണ്ട് കേട്ടോ. ഒട്ടും കിട്ടുന്നുണ്ടായിട്ട് അവനാ. ഞങ്ങൾക്ക് നല്ല പണി പെട്ടിട്ട് ഞാൻ പോയിട്ട് ആവുന്നേ ഉണ്ടായിട്ട്. പക്ഷെ എന്തെങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ടെൻഷൻ തോന്നിയിട്ടില്ല. കാരണം തിരക്കുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ആൾക്കാരെല്ലാം ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ അവൻ ഒറ്റക്കാന്നുള്ളത്, വേറെ ഒരു മനുഷ്യനില്ലാടാ ആ ഒരു സെക്ഷനിൽ. ആരും ഉണ്ടായിട്ടില്ല, നമ്മളെ ഉണ്ടായിട്ടും. അപ്പോൾ അവന് കളിക്കാൻ നല്ല സ്പേസും കിട്ടി ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ തന്നെ ഒരു സ്പേസ് ആയിരുന്നു അത്. പിന്നെ അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ ഗേൾസിൻ്റെ കുറച്ച് ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ നോക്കിയിട്ടാ. ഇപ്പോൾ ഇങ്ങനെ അവൻ്റെ ബാക്കിൽ കൂടി പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് പോയി. അപ്പോൾ അതിലൊരു നല്ലൊരു അടിപൊളി ഒരു ഗൗൺ ഉണ്ടായിന്. അപ്പോൾ അത് കാശിക്കൊന്ന് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ കാശി ഇതായാലും കൂടി ഓടുന്നുണ്ട് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് കാണാൻ വന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് നോക്കിയാൽ കാണുന്നില്ല. അതാ ഇപ്പം ഇങ്ങനെ ആടുണ്ട്, ബാക്കിൽ രാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആടെ നിന്നും വീണ്ടും ഓടല. ഇതന്നെയായിരുന്നു പണി. അജ്ജു വേറൊരു സൈഡ് ഉണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിൽ സമയം പോയത് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇതിനകത്ത് ഇറങ്ങുമ്പോൾ 7 മണി 7:02 ആയിരുന്നു. നമ്മൾ 3 മണിക്ക് കയറിയതാണ് ഉള്ളിൽ. പക്ഷേ ഭയങ്കര എന്താ പറയണ്ടേ, സമയം ഒട്ടും അറിയുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ കാശി ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കിയിരുന്നു. ഇതായിരുന്നു അസൽ പെൺകുട്ടിയായിരുന്നു കേട്ടോ. കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത്രയും പെട്ടെന്ന് തന്നെ കരഞ്ഞിട്ട് അവനത് ഊരിയെടുക്കേണ്ടി വന്നു. പിന്നെ അജ്ജു എടുത്ത ഒരു ഡ്രസ്സ് ഇതാട്ടോ. അങ്ങനെ വീണ്ടും കാശി ഡ്രസ്സെല്ലാം ശേഷം വീണ്ടും അവൻ്റെ കുരുത്തക്കേട് തുടങ്ങുന്നു ഗൈസ്. ഇതന്നെ പണി. വീഴുന്ന് എണിക്കുന്നു ഡ്രസ്സിൻ്റെ ഇടയിൽ കയറി കളിക്കുന്നു. മൊത്തം ഇതന്നെ ആയിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ പിടിച്ച് ആടുന്ന ഒരിക്കൽ നമുക്ക് ഇറങ്ങിയാൽ മതിയെന്നേ ഉണ്ടായിട്ടുള്ളൂ ലാസ്റ്റ് അവസാനം ആകുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മളെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഒരു 7 മണി 7 അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ രാധികേച്ചിയും സെറ്റ് സാരി എടുത്തു. അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല, നോക്കാം. പിന്നെ ഞാൻ മുമ്പേ ഒന്നും എടുത്തുകൊണ്ട് എനിക്ക് വലിയ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങനെ രാധികേച്ചി എടുത്തു. അങ്ങനെ ഇപ്പോൾ നമ്മൾ താഴെ സെക്ഷനിലെത്തിയിട്ട് അപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഒരു ഇതുണ്ട്, എന്താ ചെരുപ്പ്. അത് ഇപ്പോൾ കുറച്ച് റീസെൻ്റായിട്ട് ഇപ്പോൾ വന്നത് കേട്ടോ. മുമ്പ് ഒരു കഴിഞ്ഞ വർഷം നമുക്ക് തോന്നുന്നു ഉണ്ടായിട്ടില്ല. ഈ ചെരുപ്പും ബാഗ്സും അതേപോലെ കുറച്ച് ഫാൻസി ഐറ്റംസ് താഴെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചെരുപ്പിൻ്റെ ഒരു സെക്ഷൻ കിഡ്സ് സെക്ഷൻ്റെ അല്ല, ആ സാരി സെക്ഷൻ്റെ സൈഡിലായിട്ട് വന്നതാണ് അത്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ചെരുപ്പിൽ തന്നെ. പിന്നെ അതേപോലെ ബാഗും ചെറിയ റേറ്റ് നല്ല ബാഗുണ്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ വേണ്ടി. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ജെൻസ് സെക്ഷനിൽ പോയി. ആടുന്ന് പിന്നെ ഏട്ടന് രാധികേച്ചി ആടുന്ന് കുറച്ച് ഡ്രസ്സ് നോക്കി. വീണ്ടും നമ്മൾ താഴത്തേക്ക് ചെരുപ്പിൻ്റെ തന്നെ വന്നു. ഫസ്റ്റ് പോയിട്ട് നമ്മൾ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. രണ്ടാമത് നമ്മൾ ചെരുപ്പിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പോൾ അജ്ജുവിന് ചെരുപ്പ് നോക്കണമായിരുന്നു. അപ്പോൾ അജ്ജു ഇങ്ങനെ ഇട്ട് നോക്കി, ഓരോന്ന് മാറി ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും ഇഷ്ടപ്പെട്ടിട്ട് കേട്ടോ.
എന്താണെന്നറിയില്ല, ഓനിട്ട് നോക്കുന്നു ഉരി വെക്കുന്നു, ഇട്ട് നോക്കുന്നു ഉരി വെക്കുന്നു. അവന് ഉദ്ദേശിച്ച ടൈപ്പുള്ള സാധനം അവന് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബാട്ടയിലേക്ക് കയറി. ബാട്ടയിൽ നിന്ന് അജുന് ഇഷ്ടപ്പെട്ട സാധനം കിട്ടി. ഈ ഒരു ക്രോക്സാന്ന് തോന്നുന്നു എടുത്തത്. ഈ ഒരു ചെരുപ്പ് എടുത്തു. കാശിക്ക് എടുത്തിട്ട് കാശിക്ക് ചെരുപ്പ് ഉണ്ട്. ഇപ്പം അവൻ്റെ കാലിൽ ചെരുപ്പ് 2 ദിവസം മുന്നേ എടുത്ത ചെരുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവന് ചെരുപ്പ് എടുത്തിട്ടില്ല. പക്ഷെ അവനെല്ലാം നോക്കുന്നുണ്ട്, എന്താ അറിഞ്ഞിട്ടാണെന്നറിയില്ല, മൊത്തം നോക്കുന്നുണ്ട്. ചിരി വരുന്നു എനിക്ക്. അങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അതും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു 8 മണിയായിട്ടാണ്. അപ്പോഴത്തേക്ക് നമുക്ക് വിശന്ന് ഒട്ടും കണ്ണ് കാണുന്നുണ്ടായില്ല, വിശന്ന് പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി ബില്ലൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഇവിടെ പോയി ഐസ്ബർഗ്. നമ്മളെ മെയിൻ പോയിന്റ് ആയിട്ട് ഐസ്ബർഗ് സ്പോട്ടാണ്. എന്ന് വെച്ചാൽ എവിടെ പോയാലും ഐസ്ബർഗിൽ കയറാണ്ട് എന്തായാലും മടങ്ങൂല. വെച്ചാൽ അടുത്ത ഐസ്ക്രീം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പില്ല. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല, പക്ഷെ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇതൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് നേരെ ഐസ്ബർഗിലേക്കാണ്. അപ്പം അവിടെ പോയിട്ട് കുറച്ച് സമയം കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ അപ്പോൾ ഫ്രൂട്ട് സലാഡാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അജ്ജു എൻ്റെ ലോലിപ്പോപ്പ് അങ്ങനെ എന്തെല്ലോ പറഞ്ഞ് ഓൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനം കുറേ സമയം വെയിറ്റ് ചെയ്യാൻ ശേഷം കിട്ടി. അപ്പം ഞാനും കാശിയും കുറേ സമയം. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഐസ്ക്രീം എല്ലാം കഴിച്ച് മടങ്ങിയിട്ടോ, സമയം ഓവറായി. അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.